ഹലോ, ജോയ് ഓഫ് ലൈറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തംബ്നെയിലിൽ കണ്ടതുപോലെ ഇന്ന് നമ്മൾ തെച്ചിയും ചെമ്പരത്തിയും ഒന്നുമല്ല, സാക്ഷാൽ സൂര്യകാന്തിയാണ് വരച്ച് പെയിന്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫാബ്രിക് പെയിന്റിംഗ് വളരെ സിമ്പിളായി തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി പ്രിന്റഡ് ആയിട്ടുള്ള ഒരു സെറ്റ് സാരി തന്നെയാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. പ്രിന്റ് ഇല്ലാത്ത സാരി ആയാലും കുഴപ്പമില്ല. ഇതിലേക്ക് ഞാൻ വരച്ചു വെച്ചിരിക്കുന്ന ഒരു സൂര്യകാന്തിയുടെ ഹാഫ് പോർഷൻ ആണ് ഈ പച്ച പ്രിന്റുകൾക്കിടയിൽ വരച്ചു കൊടുക്കാൻ പോകുന്നത്. അത് മുൻപത്തെ എന്റെ പെയിന്റിംഗ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ വരയ്ക്കാൻ അറിയാത്തവർ നെറ്റിൽ നിന്നും പ്രിന്റ് എടുത്തതിനു ശേഷം അതുകൊണ്ട് സ്കെച്ച് എടുത്താൽ മതിയാകും. സൂര്യകാന്തി പെയിന്റ് ചെയ്യാനായി മഞ്ഞയും ബ്രൗണും ഫാബ്രിക് പെയിന്റ് മതിയാകും. വരയ്ക്കാൻ അനുയോജ്യമായ ബ്രഷും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫ്ലവേഴ്സ് എങ്ങനെ സ്കെച്ച് എടുക്കണമെന്ന് നോക്കാം. ഇവിടെ സാരിയുടെ അടിയിൽ പേപ്പർ വെക്കുമ്പോൾ തന്നെ സാരിയുടെ മുകളിലൂടെ ചിത്രം കാണാൻ സാധിക്കും. അതിലൂടെ സൂര്യകാന്തി നമുക്ക് സാരിയുടെ ബോർഡറിലെല്ലാം സ്കെച്ച് ചെയ്ത് വരച്ചു കൊടുക്കണം. അതിനുശേഷം മുന്താണിയുടെ കോർണർ പോർഷനിൽ എങ്ങനെ സ്കെച്ച് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ വലിയ ഒരു സൂര്യകാന്തിയും അതിന് മുകളിലായിട്ട് സൂര്യകാന്തിയുടെ പകുതിയും മറ്റൊരു സൂര്യകാന്തിയും വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം സൂര്യകാന്തിയുടെ എണ്ണവും ഡിസൈനും വരച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫാബ്രിക് പെയിന്റ് ചെയ്യാം. അതിനായി സാരിയിൽ പെയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോർഷനിലെ അടിഭാഗത്ത് ന്യൂസ് പേപ്പർ ഇട്ടുകൊടുക്കണം. പെയിന്റ് മറ്റൊരിടത്തും പടരാതിരിക്കാനും സാരിയിൽ മറ്റു ഭാഗങ്ങളിൽ മെസ്സപ്പ് ആകാതിരിക്കാനുമാണ് നമ്മൾ ന്യൂസ് പേപ്പർ ഉപയോഗിക്കുന്നത്. ഈ ഒരു ഫാബ്രിക് പെയിന്റിംഗ് ഈസിയായി ആർക്കും ചെയ്യാവുന്നതാണ്. കാരണം പ്രത്യേകിച്ച് ഷെയ്ഡിംഗ് മെത്തേഡ് ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. ഫാബ്രിക് പെയിന്റ് നമ്മൾ ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ സൺഫ്ലവറിന് ഔട്ട്ലൈൻ കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. ആ ഔട്ട്ലൈൻ വന്നാൽ മാത്രമേ ഈ ഒരു ഫാബ്രിക് പെയിന്റിന് ഭംഗി ഉണ്ടാവുകയുള്ളൂ. അതും ബ്രൗൺ പെയിന്റ് ഉപയോഗിച്ച് തന്നെ കൊടുക്കാം. ഇനി ഈ സൂര്യകാന്തി അല്ല മറ്റ് ഫ്ലവേഴ്സ് ആണ് വരയ്ക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. ഒരു പേപ്പറിൽ വരച്ചിട്ട് ഇതിന്റെ അടിയിൽ, അതായത് ഈ നേരിയ സാരിയൊക്കെ എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ളതാണ്, നമുക്ക് അടിവശമൊക്കെ കാണാൻ പറ്റും. അത് ഇതുപോലെ വരച്ച് നിങ്ങൾക്ക് സ്കെച്ച് ചെയ്യാവുന്നതാണ്. അപ്പൊ വളരെ മനോഹരമായിട്ട് ഈ സാരി നിങ്ങൾക്ക് ഇതുപോലെ സ്കെച്ച് ചെയ്ത് വരച്ച് പെയിന്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഒരു സാരി ഞാൻ ഓൾറെഡി എന്റെ സ്കൂളിലെ ഓണം ഫംഗ്ഷന് വെയർ ചെയ്തതാണ്. നമ്മുടെ ഈ ഒരു സാരി പെയിന്റിങ്ങിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ താമസിച്ചെങ്കിലും ഇതുപോലെ കേരള സാരി പെയിന്റ് ചെയ്തിടാൻ കഴിഞ്ഞില്ലെന്ന് നിങ്ങൾ വിഷമിക്കേ വേണ്ട. ഈ ഒരു പെയിന്റിംഗ് ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങിയാൽ വരുന്ന നവംബർ 1 കേരള പിറവി ദിനത്തിൽ തന്നെ നിങ്ങൾക്ക് ഇത് ധരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പെയിന്റിംഗ് മെത്തേഡും അതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പെയിന്റിംഗ് ട്രിക്സും ഒക്കെ ഉപകാരപ്രദവും ഇഷ്ടവുമായെങ്കിൽ please do like, share, comment and subscribe our channel Joy of Lyra. See you soon with another video. Till then, bye.